നമ്മുടെ ചാലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് മൻലാൽ സാർ. ഈ സാറിൻ്റെതാണ് ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എപ്പോഴും ഓരോ ദിവസവും എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പല കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ അപ്പോൾ അത് വാമപ്പാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. വാമപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരീരത്തിൻ്റെ ഭാരം വർദ്ധിച്ചത് അത് പെട്ടെന്നൊന്നും നമ്മുടെ ശരീരത്തിൻ്റെ ആ ഫാറ്റ് കുറയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു ദിവസം ചെയ്തതുകൊണ്ടോ 2 ദിവസം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം ചെയ്തതുകൊണ്ടൊന്നും കൂടിയ ഫാറ്റ് കുറയില്ല. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം. അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നാണ് ഈ എക്സസൈസ്. അതേപോലെ ചിട്ടയായ ഭക്ഷണം. പിന്നെ അത് വിചാരിച്ചിട്ട് നമ്മൾ ചോറ് കഴിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നില്ല. ചോറ് കഴിക്കാം, പക്ഷെ അളവ് കുറച്ചിട്ട് ചോറ് കഴിക്കുക. കാർബ്സിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക, പിന്നെ ധാരാളം ശുദ്ധജലം കുടിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സമാധാനമാണ്. ഈ തടിയൊക്കെ കാണുമ്പോഴേ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വ്യായാമം ചെയ്താൽ നമ്മളെ തടി കുറയുന്ന ഉറപ്പാണല്ലോ. കുറച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കഷ്ടപ്പെടണം, അല്ലെങ്കിൽ റിസ്ക് എടുക്കണം. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം മെലിയുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, തുടരുകയാണ്. അപ്പം ഞാൻ അതിന് നിങ്ങളെയും കൂടെ കൂട്ടി, നിങ്ങളും എന്നോടൊപ്പം കൂടും, നമുക്ക് ഒരുമിച്ച് കുറയാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചില മെസ്സേജൊക്കെ കാണുമ്പോൾ സന്തോഷം. നമുക്ക് ഒരുമിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മളെ വെയിറ്റൊക്കെ കുറയ്ക്കാം. നമുക്ക് സിമ്പിളായിട്ടുള്ള എക്സസൈസ് മതി. പിന്നെ ഭക്ഷണ രീതി കുറച്ചൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത ഭക്ഷണം. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, നമ്മളെ വെയിറ്റിന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും വരും, കിതപ്പായിട്ടും പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ, ജീവിതശൈലി രോഗങ്ങൾ മൊത്തം വരും. അതിനെക്കാട്ടും നല്ലത് എന്താണ്, നമുക്ക് കുറച്ച് ഈ വ്യായാമങ്ങളൊക്കെ ചെയ്താൽ നമുക്കൊരു ഉണർവുമാണല്ലോ, നല്ല മനസ്സിനും ഒരു ഉന്മേഷമാണ് കേട്ടോ ഈ വ്യായാമങ്ങൾ. ഇന്നെല്ലാം 30 കൗണ്ടാണ് കേട്ടോ ചെയ്തത്. സാധാരണ 20 കൗണ്ട്സ് ആണെങ്കിൽ ഇന്ന് 30 കൗണ്ട്സ് ആണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് സാധാരണ ഒരു 10 സെക്കൻഡൊക്കെ ഒരു റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്ന് കംപ്ലീറ്റ് ഇങ്ങനെ എക്സസൈസ് അരമണിക്കൂർ നിർത്താതെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ എക്സസൈസിൻ്റെ രീതി. അതിനിടയിൽ സാർ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കാം. അത് കേട്ടുകൊണ്ട് ഞാൻ എക്സസൈസ് ചെയ്തു കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഭയങ്കര ഒരു എക്സസൈസ് ആയിരുന്നു കേട്ടോ. ഒരു 30 പ്രാവശ്യം കുനിഞ്ഞ് ഇങ്ങനെ എണീറ്റപ്പോഴേ തന്നെ ഏകദേശം ഞാൻ നല്ലോണം വിയർത്തു കേട്ടോ. ഈ തണുപ്പിനും നല്ല വിയർപ്പ് വരിക എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയല്ലേ. ഇപ്പോൾ രാവിലെ എണീക്കാനും ഒരു മടി തന്നെയാണ് കേട്ടോ. നല്ല തണുപ്പത്ത് കിടക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ എൻ്റെ മുന്നിൽ എന്താണ്, എനിക്ക് ഈ 15 ദിവസം കൊണ്ട് ഒന്ന് വെയിറ്റ് കുറയണം തന്നെയാണ് കേട്ടോ. എന്തായാലും ഒരു ദിവസം ഒരു 100 ഗ്രാം വെച്ചിട്ടൊക്കെ നമ്മളെ വെയിറ്റ് കുറയും. അപ്പോൾ 15 ദിവസം കൊണ്ട് ഏകദേശം എത്ര കുറയുമെന്ന് നമുക്ക് നോക്കാം. അപ്പം അത് കഴിഞ്ഞാലും ഞാൻ 15 ദിവസം കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ റുട്ടീൻ നമ്മൾ ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യണം, ഫുഡും കൺട്രോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെ കൂൾ ഡൗൺ ആണ്, അതിൻ്റെ സ്ട്രെങ്ത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മുത്താറി ഇഡലിയും സാമ്പാറുമാണ് കേട്ടോ രാവിലെ കഴിച്ചത്. 2 എണ്ണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടായിരുന്നു, അത് കാണുന്നില്ല. അപ്പം ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഞാനൊരു 11:30 ആകുമ്പോൾ ഞാനൊരു ക്യുക്കുംബർ കഴിച്ചു കേട്ടോ. ഒരു കഷ്ണം ക്യുക്കുംബർ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വെള്ളമാണ് കേട്ടോ കുടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറും സാമ്പാറും മുതിരയുടെ ഉപ്പേരിയും ചീര ഉപ്പേരി, ഒരു ക്യുക്കുംബറിൻ്റെ ബാക്കി ഒരു പീസോടെ കഴിച്ചു കേട്ടോ. രാത്രിയാകുമ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ എന്താ പറയുക, ആഗ്രഹം കൊണ്ട് ഞാൻ ഒരു അപ്പം കഴിച്ചു. അപ്പം എന്താണ്, രാത്രി ഒരു ചപ്പാത്തി മതി എന്ന് വിചാരിച്ചു. ഒരു ചപ്പാത്തിയും സോയാൻ്റെ കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെജ് ആയതുകൊണ്ട് വെജ് കറികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എഗ്ഗോ അങ്ങനെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.